ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരാറുണ്ടോ? അങ്ങനെ ചിന്തകൾ വന്നാൽ പലരും തീരുമാനിക്കും എന്നെക്കൊണ്ട് മെഡിറ്റേഷൻ പറ്റില്ല. അതായത് ചിന്ത വരിക എന്നുള്ളത് നിങ്ങളുടെ പരാജയമല്ല. ഇത് നിങ്ങളുടെ പരാജയം അല്ലെങ്കിൽ ചിന്ത വരുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞതാണ് പരിശീലനത്തിൻ്റെ ഭാഗമെങ്കിൽ, അതായത് മെഡിറ്റേഷൻ അതാണ്, ചിന്ത വരുന്നത് ശ്രദ്ധിക്കാൻ കഴിയുക. ഇവിടെയാണ് ധ്യാനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിൽ ഒന്ന് പൊളിയുന്നത്. ധ്യാനം എന്നുള്ളത് മനസ്സിനെ ബ്ലാങ്ക് ആക്കലല്ല. പുരാതന യോഗ പാരമ്പര്യത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ധാരണ അല്ലെ, ശ്രദ്ധയെ തിരഞ്ഞെടുത്ത ഒരു കേന്ദ്രത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്ന പരിശീലനം. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് യോഗ സൂത്രങ്ങളിൽ പറയുന്നതാണ് ധ്യാനം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ശ്രദ്ധ വീണ്ടും വീണ്ടും മുറിഞ്ഞു പോകുന്നതിന് പകരം തിരഞ്ഞെടുത്ത കേന്ദ്രത്തിലേക്ക് കൂടുതൽ തുടർച്ചയായി ഒഴുകുന്ന അവസ്ഥ. ഇത് മനസ്സിലാക്കാനൊരു ഉദാഹരണം, നിങ്ങൾ ആദ്യമായിട്ട് കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ സ്റ്റിയറിംഗ്, ക്ലച്ച്, ഗിയർ പെല്ല് അല്ലേ, അല്ലെങ്കിൽ മിറർ, ബ്രേക്ക് എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. കുറച്ച് കാലം കഴിഞ്ഞാൽ അതേ പ്രവർത്തനത്തിന് അതേ കോൺഷ്യസ് എഫേർട്ട് ആവശ്യമുണ്ടോ. അത് പരിശീലിച്ച് കൊണ്ടിരിക്കുമ്പോൾ പരിശീലിച്ച് അനുഭവത്തിൻ്റെ ക്വാളിറ്റി മാറുന്നു. ധാരണ, ധ്യാനം ഇതേ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ വ്യത്യാസം മനസ്സിലാക്കാൻ ഈ ഉദാഹരണം സഹായിക്കും. ധാരണയിൽ നമ്മൾ ശ്രദ്ധയെ വീണ്ടും വീണ്ടും തിരിച്ചു കൊണ്ടുവരണം, പക്ഷേ ധ്യാനത്തിൽ ആ ശ്രദ്ധയുടെ കണ്ടിന്യൂറ്റി കൂടുതൽ ശക്തിപ്പെടുക, അതിൻ്റെ തുടർച്ച കിട്ടണം. പക്ഷെ ഇതിൻ്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ളൊരു ഭാഗം വേറൊന്ന്, അതായത് ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചിന്തകളില്ലാത്ത മനുഷ്യനാക്കാറില്ല, പകരം ഓരോ ചിന്തയും നിങ്ങളെ അങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു ചിന്ത വന്നാൽ അത് നാളെ മീറ്റിംഗ് ഉണ്ട്, ആ ചിന്തയെ നിങ്ങൾ കണ്ടു, അതങ്ങ് വിട്ടു, ശ്രദ്ധ തിരികെ കൊണ്ടുവന്നു. അപ്പോഴേക്കും മറ്റൊരു ചിന്ത വന്നു, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതിനെയും കണ്ടു, അതിനെ അങ്ങ് വിട്ടു, തിരികെ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങൾ ചിന്തയോട് യുദ്ധം ചെയ്യുന്നില്ല, ചിന്തയെ പിന്തുടരുന്നുമില്ല, അത് വിട്ടു, പിടിച്ചു നിർത്തല്ല. ഈ കഴിവിനെ മോഡേൺ സൈക്കോളജിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പദമാണ് മെറ്റാ അവെയർനെസ്. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. നിങ്ങൾ ചിന്തിക്കുന്നു എന്നത് ഒരു നില, ഞാനിപ്പോൾ ചിന്തയിൽ എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നത് മറ്റൊരു നില. ഇതാണ് മെറ്റാ അവെയർനെസ്. ഇനിയൊരു മറ്റൊരു പദം അറ്റൻഷൻ റെഗുലേഷൻ. ലളിതമായിട്ട് പറഞ്ഞാൽ ശ്രദ്ധ മാറിപ്പോകുമ്പോൾ അത് തിരിച്ചറിയുകയും ആവശ്യമായ ദിശയിലേക്ക് വീണ്ടും നയിക്കുകയും ചെയ്യുന്ന കഴിവ്. ഇതൊന്നും ധ്യാനത്തിൻ്റെ സയൻറ്റിഫിക് ട്രാൻസ്ലേഷൻ അല്ല, പക്ഷേ മെഡിറ്റേഷൻ പ്രാക്ടീസസ് എന്തുകൊണ്ട് അറ്റൻഷൻ റിസർച്ചിൽ ഇത്രയധികം താല്പര്യം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ കൺസെപ്റ്റ് സഹായിക്കും. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ സഫറിങ് പലപ്പോഴും ഒരു സംഭവത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്, ആ സംഭവത്തിന് ശേഷം മനസ്സ് അതിനെ എത്ര നേരം ഇങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ഇപ്പോൾ രാവിലെ ഓഫീസിൽ ഒരാൾ നിങ്ങളോട് മോശമായി സംസാരിച്ചു, സംഭവം ചിലപ്പോൾ 30 സെക്കൻഡ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ കാറിൽ അത് വീണ്ടും ഓർത്തു, ലഞ്ച് കഴിക്കുമ്പോൾ വീണ്ടും ഓർത്തു, വൈകുന്നേരം വീട്ടിൽ പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ വീണ്ടും റീപ്ലേ ചെയ്തു. സംഭവം 30 സെക്കൻഡ്, പക്ഷെ മനസ്സിൽ അത് 8 മണിക്കൂർ ജീവിച്ചു. ഇവിടെയാണ് മറ്റൊരു മോഡേൺ സൈക്കോളജി ടേം പ്രസക്തമാകുന്നത്, റൂമിനേഷൻ, അയവിറക്കുക. ലളിതമായി പറഞ്ഞാൽ ഒരു വിഷമകരമായ സംഭവം, പ്രശ്നം, വികാരം എന്നിവയെക്കുറിച്ച് പരിഹാരത്തിലേക്ക് നീങ്ങാറ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പരിഹാരമല്ല, ഒരു മെൻ്റൽ ലൂപ്പ്. തിങ്കിങ്ങും റൂമിനേഷനും അത് ജസ്റ്റ് ചിന്തിക്കില്ല, റൂമിനേഷൻ എന്നാൽ ഒരേ കാര്യം ചിന്തിക്കുക, അയവിറക്കുക, കഴിഞ്ഞ കാര്യമാണ്, അത് വീണ്ടും ഇങ്ങോട്ട് അങ്ങോട്ട് ചവച്ചുകൊണ്ടിരിക്കും. ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഉപകാരപ്പെടും അല്ലേ, പക്ഷേ അതേസമയം വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുകയും ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ഇവിടെയാണ് ഈ ധ്യാന പരിശീലനത്തിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ. എന്ത് ചിന്തക്ക് ശ്രദ്ധ നൽകണം, ഏത് ചിന്ത കടന്നു പോകാൻ അനുവദിക്കണം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ഇതിനെ നമ്മൾ പീക്ക് പെർഫോമൻസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു എൻ്റർപ്രണറാണ്, ഇപ്പോൾ രാവിലെ ഒരു ഡീൽ നഷ്ടപ്പെട്ടു, പക്ഷേ ഉച്ചയ്ക്ക് മറ്റൊരു നെഗോസിയേഷൻ ഉണ്ട്, മറ്റൊരു ചർച്ചയുണ്ട്. ആദ്യത്തെ പരാജയം ശരീരത്തിലും മനസ്സിലും ഇങ്ങനെ കൊണ്ടു തന്നാൽ രണ്ടാമത്തെ മീറ്റിങ്ങിലേക്ക് പോയാൽ ആദ്യത്തെ ക്ലയൻറ്റ് രണ്ടാമത്തെ ഡീലിനെയും സ്വാധീനിക്കുകയാണ്. ഒരു ലീഡറിന് ഒരു പ്രധാനപ്പെട്ട സ്കില്ല് വേണം, മെൻ്റൽ റിക്കവറി സ്പീഡ്. ഇതൊരു പുരാതന സംസ്കാരമല്ല, ഒരു പ്രാക്ടിക്കൽ പെർഫോമൻസ് ഐഡിയ. ഇതിനെ നമുക്കൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു പെർഫോമൻസ് ഐഡിയ ആയിട്ട് ചിന്തിക്കാം. അതൊരു സെറ്റ് ബാക്ക് വന്നതിന് ശേഷം, ഒരു തിരിച്ചടി വന്നതിന് ശേഷം എത്ര വേഗത്തിലാണ് നിങ്ങൾ വീണ്ടും പൂർണ്ണമായി തിരിച്ചെത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ മെസ്സി കരയണത് കാണും, പക്ഷേ 5 മിനിറ്റ് യു വിൽ ഗെറ്റ് ബാക്ക്. അയാളത് തൊടുന്നില്ല. റൊണാൾഡോ കരയുന്നത് കാണും. പീക്ക് പെർഫോമൻസ് പറഞ്ഞാൽ ഒരിക്കലും വീഴാതിരിക്കുക എന്നുള്ളതല്ല, വീണിന് ശേഷം മനസ്സിനെ വീണ്ടും എത്ര പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത്, അതാണ് പീക്ക് പെർഫോമൻസ്. ഇതാണ് ധ്യാനത്തിൻ്റെ മറ്റൊരു പ്രായോഗിക ശക്തിയായിട്ട് ഞാൻ കാണുന്നത്. പേഴ്സണൽ മെൻറ്ററിങ്ങിൽ അതുകൊണ്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നത് മാത്രം പോരെന്ന് ഞാൻ വീണ്ടും പറഞ്ഞത്. അതായത് ഒരു ബിസിനസ്മാന് സ്ട്രാറ്റജി അറിയാം, ഒരു ഡോക്ടറിന് അറിവുണ്ട്, ഒരു പ്രൊഫഷണലിന് ഒരു സ്കില്ലുണ്ട്, പക്ഷെ പ്രഷർ വന്നപ്പോൾ ആ അറിവിനെ ഉപയോഗിക്കാൻ കഴിയുന്ന
മെൻ്റൽ സ്റ്റേറ്റിലേക്ക് അയാൾക്ക് തിരികെ കൊണ്ടുവരാൻ, അയാളുടെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ? ഓരോ മനുഷ്യൻ്റെയും നെർവൽ സിസ്റ്റം, പഴയ അനുഭവങ്ങൾ, മെൻ്റൽ പാറ്റേൺസ്, റിക്കവറി സ്പീഡ് ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് വ്യക്തിക്ക് യോജിച്ച ട്രെയിനിങ് വേണം. അപ്പോഴാണ് അതൊരു പെർഫോമൻസ്, അതായത് ആ ട്രെയിനിങ് ആണ് പെർഫോമൻസ് ആയിട്ട് മാറുന്നത്. ഇന്നത്തെ പരിശീലനം, ഓക്കെ, ഈ പരിശീലനം ഇപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകും, ഓക്കെ, ഒരു ചെറിയ പരീക്ഷണം, ഒരു ചിന്ത ഇങ്ങനെ വരട്ടെ, ആ ചിന്തന തടയരുത്, വരട്ടെ, പിന്തുടരുകയും വേണ്ട, അതിൻ്റെ പുറകെ പോകണ്ട, മനസ്സിലിങ്ങനെ പറയാൻ പറ്റണം, ആ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ശ്വാസത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. അപ്പോൾ കാണാൻ വേറൊരു ചിന്ത, വീണ്ടും അതേ കാര്യവും അല്ലെങ്കിൽ പുതിയ കാര്യവും. ഇവിടെ ഒന്നും നമ്മൾ ചിന്തകളെ നിർത്തലാക്കണമെന്നില്ല. ചിന്ത വന്നു എന്നറിയാം. ചിന്ത വന്നാൽ അതിൻ്റെ പിന്നാലെ നിർബന്ധമായി പോകേണ്ടതില്ല എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. ചിന്തയായിട്ട് കാണാൻ പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെയാണ് ആ ധ്യാനം നമ്മൾ ഒരേ കാര്യത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ശ്വാസത്തിലേക്ക് മാത്രം കൊണ്ടുവരുമ്പോൾ പിന്നീട് ആ ശ്വാസത്തിലേക്ക് വരുന്നത് ധ്യാനമായിട്ട് മാറും. ഇനി നമുക്ക് മറ്റൊരു കാര്യവും ധ്യാനത്തേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു പുരാതന തത്വത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എത്ര എണ്ണുണ്ട്? നിങ്ങൾക്കിപ്പോൾ ഒരു പരിശ്രമം, ഒരു കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അത് നിയന്ത്രിക്കാം. നിങ്ങളൊരു കാര്യം തയ്യാറെടുപ്പ്, അതിനെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കാം. പക്ഷേ കസ്റ്റമർ യെസ് എന്ന് പറയുമോ, നമ്മൾ നിയന്ത്രിച്ചാൽ അത് മാർക്കറ്റ് അതിനോട് എങ്ങനെ പ്രതികരിക്കും? മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമോ? മറ്റുള്ളവർ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമോ? നമ്മുടെ പ്രവൃത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇവിടെയാണ് ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിൽ ഏറ്റവും ശക്തമായ പെർഫോമൻസ് പ്രിൻസിപ്പിൾസിൽ ഒന്ന് വരുന്നത്. അതിൻ്റെ പേരാണ് കർമ്മ. അടുത്ത എപ്പിസോഡിൽ കർമ്മ എന്ന് പറഞ്ഞ വിധിയോ മുജ്ജന്മ കഥയോ ഒന്നുമല്ല, ആക്ഷൻ, കൺട്രോൾ, ഔട്ട്കം എന്നീ 3 കാര്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു അതിശക്തമായ പെർഫോമൻസ് സ്ട്രാറ്റജി ആയിട്ട് നമുക്കിതിനൊന്ന് പരിശോധിക്കാം.